ഹായ് ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് IFRSനെ കുറിച്ചിട്ടാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സജഷൻ വന്നിട്ടുള്ളതും ഈ ഒരു ടോപ്പിക്കിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ IFRSനെ കുറിച്ചിട്ടൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയാസാണ് ഷെയർ ചെയ്യുന്നത്. എന്താണ് IFRS, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനുള്ളിൽ വരുന്നത്, അങ്ങനെയൊക്കെയുള്ള നമ്മൾ നോക്കാൻ പോകുന്നത്. സോ എന്താണ് IFRS? International Financial Reporting Standards ആണല്ലേ. സോ IFRS are those which consist of a set of accounting rules which determines how transactions and accounting events are to be reported in a financial statement. ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അക്കൗണ്ടിങ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എങ്ങനെ റെക്കോർഡ് ചെയ്യണമെന്ന് പറയുന്ന സെറ്റ് ഓഫ് അക്കൗണ്ടിങ് റൂൾസ് ആണ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. 1st April 2001 ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്സ് IASB ആണ് IFRS ഇഷ്യൂ ചെയ്തത്. ഓക്കെ, 1st April 2001. അതിന് തൊട്ട് മുൻപ് വരെ ഉണ്ടായിരുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി ആയിരുന്നു. ദാറ്റ് ഈസ് 1993 മുതൽ 2001 വരെയുള്ള പീരീഡിനുള്ളിൽ ആളായിരുന്നു ഇൻചാർജ്, IFRSക്ക് ഇഷ്യൂ ചെയ്യാനുള്ള ഇൻചാർജ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി IASക്ക് ആയിരുന്നു. അപ്പോൾ ഈ ഒരു പീരീഡിൽ അവർ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്തു. സോ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IAS ഇഷ്യൂ ചെയ്തത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി IASC ആയിരുന്നു ഇൻ ബിറ്റ്വീൻ 1993 ആൻഡ് 2001 ആയപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി മാറി അവിടെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് വന്നു, IASB വന്നു. അപ്പോൾ IASCയുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുത്തു? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഏറ്റെടുത്തു. അവരാണ് IFRS ഇഷ്യൂ ചെയ്തത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി. അല്ലെങ്കിൽ ആരാണ് ഇഷ്യൂ ചെയ്തതെന്നൊക്കെ ചോദിക്കുകയെന്നുണ്ടെങ്കിൽ IFRS ഇഷ്യൂ ചെയ്തത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ബോർഡാണ് 2001. അതുവരെ ഉണ്ടായിരുന്നത് ആരായിരുന്നു? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി ആയിരുന്നു. അവരാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നത്. ഓക്കെ, സോ കൺഫ്യൂസ്ഡ് ആവരുത്. IAS എന്ന് പറയുന്നത് IASCയും IFRS കൊണ്ടുവന്നത് IASBയും. ഓക്കെ, IASBയുടെ ഫസ്റ്റ് മീറ്റിങ്ങിൽ തന്നെ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി IASC ഇഷ്യൂ ചെയ്ത ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെല്ലാം ഈ IASB അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെ അഡോപ്റ്റ് ചെയ്തു? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്സ് അഡോപ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി സ്റ്റാൻഡേർഡ്സും അഡോപ്റ്റ് ചെയ്തു. അതിനുശേഷം പുതിയ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് അവർ IFRS ഫൈനലി ഇഷ്യൂ ചെയ്യുമായിരുന്നു. സോ ഇതാണ് IFRSൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് IFRSലേക്ക് എത്തിയത്. ഓക്കെ, ഇനി നമുക്ക് IFRSനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം, എന്തൊക്കെയാണ് അതിനുള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് നോക്കാം. IFRS എന്ന് പറയുമ്പോൾ ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതൊരു പാക്കേജ് പോലെയാണ്. അതിനുള്ളിൽ IFRS മാത്രമല്ല വരുന്നത്, IAS ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്, ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. ഓക്കെ, സോ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് IFRS എന്ന് പറയുന്നതിനുള്ളിൽ 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വരുന്നത് ഇവിടെ ആദ്യം IASC അല്ലേ, 1993 to 2001 വെച്ചിട്ട് IASC എന്ത് ചെയ്തു? ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവന്നു. ആ പറയുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിനെയും IASB അഡോപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ IFRS എന്നുള്ള പാക്കേജിനുള്ളിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. IASC ഇഷ്യൂ ചെയ്ത ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. സെക്കൻഡായിട്ട് ഓഫ് കോഴ്സ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് ഇഷ്യൂ ചെയ്ത IFRS വരുന്നുണ്ട്. ആൻഡ് തേർഡ് വരുന്നത് ഇൻ്റർപ്രിട്ടേഷനാണ്. ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ 2 എണ്ണം വരുന്നുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ ഇഷ്യൂഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റീസ് SICs ആൻഡ് സെക്കൻഡ് വൺ IFRS ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി. സോ ഈ 2 ഇൻ്റർപ്രിട്ടേഷൻസും കൂടി വരുന്നുണ്ട്. സോ IFRS എന്ന് പറയുമ്പോൾ അതിനകത്ത് IAS ഉണ്ട്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, IFRS ഉണ്ട്, അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻ ഇഷ്യൂഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി ഉണ്ട്, ആൻഡ് IFRS ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി ഉണ്ട്. സോ ഈ 4 കാര്യങ്ങൾ അടങ്ങിയതാണ് IFRS. സോ നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം പറഞ്ഞത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണല്ലേ, IAS. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് issued by IASC to make an easy comparison of business around the world. ഫോറിൻ ട്രേഡും ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തുമ്പോൾ മറ്റ് കൺട്രീസിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ കൺട്രീസ് അവരുടേതായിട്ടുള്ള അക്കൗണ്ടിങ് പോളിസീസാണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഓരോ കൺട്രീസിലും ഡിഫറെൻറ്റ് അക്കൗണ്ടിങ് പോളിസി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ അത് നമുക്ക് അറിയാൻ സാധിക്കണം എന്നില്ല അല്ലേ, കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കുന്നു. കാര്യം നമുക്ക് അറിയില്ല അവരെങ്ങനെയാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി ഒരു സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിംഗ് റൂൾസ് കൊണ്ടുവന്നത്, ദാറ്റ് ഈസ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. സോ നമുക്ക് മറ്റ് കൺട്രീസിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇറ്റ് വിൽ ഇൻക്രീസ് ദ ട്രാൻസ്പെറൻസി ആൻഡ് ഫോസ്റ്റർ ഗ്ലോബൽ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ 29 ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്, IAS 1 മുതൽ IAS 41 വരെ. അപ്പോൾ ഇത് ഏതൊക്കെയാണ്, ഇത് എങ്ങനെയാണ് ഈസി ആയിട്ട് ഓർത്തിരിക്കുക എന്നൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ പോയി കാണുക, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. എങ്ങനെ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഡിസ്ക്ലോസ് ചെയ്യണം,
ഏത് അക്കൗണ്ടിങ് പോളിസിയാണ് ഫോളോ ചെയ്യേണ്ടത് എന്നൊക്കെയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനുള്ളിൽ പറയുന്നത്. അപ്പോൾ ഇത് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി IASC ആണ് ഇഷ്യൂ ചെയ്തത്. 2001 ഇത് IASB അഡോപ്റ്റ് ചെയ്തു. ഇപ്പോൾ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതിനുള്ളിൽ വരും? IFRSനുള്ളിൽ വരും. സോ IFRS എന്ന പാക്കേജിനുള്ളിൽ വരുന്ന ഒന്നാണ് IAS. അത് കഴിഞ്ഞു. ഇനിയാണ് എന്ത് ചെയ്യുന്നത്? ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് IFRS ഇഷ്യൂ ചെയ്യുന്നത്. IFRS എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ്. ഇതൊരു വളരെ ബ്രോഡ് ആയിട്ടുള്ള റൂൾസാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 17 IFRS ആണുള്ളത്, 17 IFRS. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഈ 17 IFRS നമുക്ക് നോക്കാം. IFRS 1 ഫസ്റ്റ് ടൈം അഡോപ്ഷൻ ഓഫ് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. IFRS 2 ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്സ്. IFRS 3 ബിസിനസ് കോമ്പിനേഷൻ. IFRS 4 ഇൻഷുറൻസ് കോൺട്രാക്ട്സ്. IFRS 5 നോൺ കറണ്ട് അസറ്റ് ഹെൽഡ് ഫോർ സെയിൽ ആൻഡ് ഡിസ്കണ്ടിന്യൂ ഓപ്പറേഷൻ. IFRS 6 exploration and evaluation of mineral resources. IFRS 7 financial instruments disclosure. IFRS 8 operating segment. IFRS 9 financial instrument. IFRS 10 consolidated financial statement. IFRS 11 joint arrangements. IFRS 12 disclosure of interest in other entities. IFRS 13 fair value measurement. IFRS 14 regulatory deferral account. IFRS 15 revenues from contracts with customers. IFRS 16 leases and IFRS 17 ഇൻഷുറൻസ് കോൺട്രാക്ട്സ്. ഇത്രയുമാണ് IFRS 1 മുതൽ 17 വരെ വരുന്നത്. സോ IFRSനുള്ളിൽ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി ഇഷ്യൂ ചെയ്തിട്ടുള്ള IAS ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള 17 IFRS വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞത് ഇൻ്റർപ്രിട്ടേഷൻസ് ആണ്. ഇൻ്റർപ്രിട്ടേഷൻ ഇഷ്യൂഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി. SIC is the interpretation given to any particular IFRS or IAS. ഏതെങ്കിലും IFRS അല്ലെങ്കിൽ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന് ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കുന്ന ആ ഒരു കമ്മിറ്റിയാണ് SIC എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഇൻ്റർപ്രിട്ടേഷൻ ഇഷ്യൂ ചെയ്യുന്നത് IFRS ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റിയാണ്. So IFRS Interpretation Committee is the interpretative body of International Accounting Standards Board. IFRS Interpretation Committee refers its interpretation to the IASB for discussion and approval. അപ്പോൾ ഇത് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നു? ഈ ഇൻ്റർപ്രിട്ടേഷനെ IFRSനുള്ളിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. സോ ഇതാണ് ഇൻ്റർപ്രിട്ടേഷൻ. സോ 3 കാര്യങ്ങളാണ് IFRSനുള്ളിൽ വരുന്നത്. ടോട്ടൽ പറയുമ്പോൾ 4 വരും അല്ലേ? ഇൻ്റർപ്രിട്ടേഷൻ 2 ഉണ്ട്. സോ 4 വരും ടോട്ടൽ. അപ്പോൾ IAS വരുന്നുണ്ട്, IFRS വരുന്നുണ്ട്, 2 ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. ഇൻ്റർപ്രിട്ടേഷൻ ഇഷ്യൂഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി, IFRS ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി. സോ ഇത്രയും കാര്യങ്ങൾ അടങ്ങുന്ന ഒരു പാക്കേജാണ് IFRS. ഇത്രയും കാര്യങ്ങളാണ് IFRSനുള്ളിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് IFRS ഫൗണ്ടേഷൻ എന്താണെന്നുള്ളതാണ്. IFRS ഫൗണ്ടേഷൻ ഈസ് എ നോൺ പ്രോഫിറ്റ് അക്കൗണ്ടിങ് ഓർഗനൈസേഷൻ. ഇതൊരു നോൺ പ്രോഫിറ്റ് അക്കൗണ്ടിങ് ഓർഗനൈസേഷൻ ആണ്. സോ ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് to promote and develop international financial reporting standards through IASB. So it oversees the work of IASB, the structure and strategy and has the fund raising capacity. So IASBക്ക് ഫണ്ട് റേസ് ചെയ്യുന്നത് IFRS ഫൗണ്ടേഷൻ ആണ്. സോ ഇത്രയാണ് IFRS ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് IFRS അഡോപ്ഷൻ ആൻഡ് കൺവേർജൻസ് ആണ്. എന്താണ് IFRS അഡോപ്ഷൻ, എന്താണ് IFRS കൺവേർജൻസ്? അഡോപ്ഷൻ ഓഫ് IFRS എന്ന് പറയുമ്പോൾ IASB എങ്ങനെയാണോ IFRS ഇഷ്യൂ ചെയ്തത് ആ സെയിം മാനറിൽ IFRS ഫോളോ ചെയ്യുന്നതിനെയാണ് നമ്മൾ അഡോപ്ഷൻ ഓഫ് IFRS എന്ന് പറയുന്നത്. അതായത് ഒരു കൺട്രി IASB എങ്ങനെയാണോ IFRS ഇഷ്യൂ ചെയ്തിട്ടുള്ളത് അത് അങ്ങനെ തന്നെ അതേപോലെ ഒരു ചേഞ്ചും വരുത്താതെ അതുപോലെ അഡോപ്റ്റ് ചെയ്ത് അതുപോലെ ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ അതിനെയാണ് IFRS അഡോപ്ഷൻ എന്ന് പറയുന്നത്. ഇനി കൺവേർജൻസ് ആകുമ്പോൾ ചെറിയൊരു മാറ്റം വരും. ആ കൺട്രിയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡും IASBയും കൂടി ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഹൈ ക്വാളിറ്റി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യാണ്. അതായത് ആ കൺട്രിയിലുണ്ടായിരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണോ അതിനെയും IFRSനോട് ക്ലബ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഒരു ഹൈ ക്വാളിറ്റി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അവിടെ ഇഷ്യൂ ചെയ്യാണ്. അപ്പോൾ അങ്ങനെ ചേഞ്ച് വരുത്തുന്നത് IASBയും അതാത് കൺട്രിയിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡും കൂടി ചേർന്നിട്ട് IFRSൽ നിന്ന് കുറച്ചൊന്ന് ഡീവിയേറ്റ് ചെയ്തിട്ട് പുതിയൊരു കുറച്ചുകൂടി ഹൈ ക്വാളിറ്റി അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആ ഒരു കൺട്രിക്ക് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതിന് നമ്മൾ IFRS കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇതുപോലെ IFRSും ഇന്ത്യയിലുണ്ടായിരുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ക്ലബ് ചെയ്തിട്ട് വന്നതാണ് IND-AS എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് IFRS അഡോപ്ഷനും കൺവേർജൻസും തമ്മിലുള്ള ഡിഫറൻസ്. സോ ഇന്ന് നമ്മൾ എന്താണ് IFRS എന്ന് നോക്കി. IFRS എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സിസ്റ്റമാണ്. ഇറ്റ്സ് എ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് റൂൾസ് അല്ലേ? സിമ്പിളായിട്ട് എങ്ങനെ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ പറയുന്ന ആ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ IFRS എന്ന് പറയുന്നത്. ഇത് പ്രിൻസിപ്പിൾ ബേസ്ഡ് സ്റ്റാൻഡേർഡ്സ് ആണ്. IFRS എന്ന് പറയുമ്പോൾ സെറ്റ് ഓഫ് പ്രിൻസിപ്പിൾ ബേസ്ഡ്
സ്റ്റാൻഡേർഡ്സ് ആണ്. സോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിനൊക്കെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും അല്ലേ. ഓരോ രാജ്യങ്ങളുടെയും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ ഒരു ബെറ്റർ ആൻഡ് ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ്ങിന് ആരെ ഹെൽപ്പ് ചെയ്യുന്നു? ഇൻവെസ്റ്റേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഏതിലൂടെ? ഈ ഒരു സിംഗിൾ സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ്സിലൂടെ, ഈ ഒരു സിംഗിൾ സെറ്റ് ഓഫ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിലൂടെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് മറ്റ് കൺട്രീസിലുള്ള ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഒരു ട്രാൻസ്പെറൻസി എന്ത് ചെയ്യുന്നു? ഈ IFRS പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് IFRS, എ സിംഗിൾ സെറ്റ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡഡ് എന്ന് നമ്മൾ പറഞ്ഞു. ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് കമ്മിറ്റി IASC ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വരുന്നുണ്ട്. IASB ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ബോർഡ് ഇഷ്യൂ ചെയ്തിട്ടുള്ള IFRS വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർപ്രിട്ടേഷൻസ് വരുന്നുണ്ട് അല്ലേ. ഇൻ്റർപ്രിട്ടേഷൻ ഇഷ്യൂഡ് ബൈ സ്റ്റാൻഡേർഡ് ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി, അതുപോലെ തന്നെ IFRS ഇൻ്റർപ്രിട്ടേഷൻ കമ്മിറ്റി. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു പാക്കേജാണ് IFRS എന്ന് പറയുന്നത്. സോ ഇന്നത്തെ വീഡിയോയിൽ IFRSനെ കുറിച്ചിട്ട് കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്തത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ മറ്റ് ടോപ്പിക്സിനോടൊപ്പം തന്നെ നമ്മൾ ഓരോ IFRS ഏതൊക്കെയാണ് നമ്മൾ നോക്കിപ്പോവും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. ഓൾസോ മേക്ക് ഷുവർ ദാറ്റ് യു ആർ എ സബ്സ്ക്രൈബർ ഓഫ് മൈ ചാനൽ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ ടു ഗെറ്റ് നോട്ടിഫൈഡ്. താങ്ക് യു.